സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ സംസാരിക്കുന്നത് തൃശ്ശൂർ പൂരത്തെക്കുറിച്ചാണ്. തൃശ്ശൂർ പൂരം രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കപ്പെട്ടു എന്ന ആക്ഷേപം ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിച്ച അന്നു മുതൽ ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് കുറെ കൂടെ ശക്തമായി ഉന്നയിക്കപ്പെടുകയാണ് ഇപ്പോൾ. PV അൻവർ MLA അദ്ദേഹം പോലീസിനെതിരെ, പ്രത്യേകിച്ച് ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടതായിരുന്നു. തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ് മനഃപൂർവ്വം അതിൻ്റെ നടത്തിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് പൂരം നിർത്തിവെക്കുക എന്ന തീരുമാനത്തിലേക്ക് ദേവസ്വങ്ങളെ എത്തിക്കുകയും ചെയ്ത് അത് രാഷ്ട്രീയമായി BJPക്ക് അനുകൂലമാക്കി കൊടുത്തു എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഈ പൂരത്തിനിടെ ഉണ്ടായ സംഭവങ്ങളെ തുടർന്ന് അന്വേഷണത്തിന് ഉടൻ തന്നെ മുഖ്യമന്ത്രി ഉത്തരവിടുകയും ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ റിപ്പോർട്ട് വന്നത് ഇപ്പോൾ മാത്രമാണ്. ഏതാണ്ട് 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് തന്നെയും ഇതിൽ ആരോപണ വിധേയ സ്ഥാനത്ത് നിൽക്കുന്ന ADGP MR അജിത് കുമാറാണ് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് DGP സ്വീകരിക്കുകയും DGP ഈ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിക്കാതെ ഇതിൽ തുടരന്വേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് KJ ജേക്കബാണ്. ജേക്കബ്, എന്ത് തോന്നുന്നു, ഈ പൂരം യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കപ്പെട്ടതാണോ? അങ്ങനെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പോലീസിനും ADGP MR അജിത് കുമാർ പോലെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിനു മുകളിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനും ഒക്കെ പങ്കുണ്ട് എന്ന് നമുക്ക് കരുതാനും പാകത്തിലാണോ ഇപ്പോഴത്തെ അവസ്ഥ? ഇതിൻ്റെ അകത്ത് ഈ പൂരവുമായി ബന്ധപ്പെട്ട് പോലീസ് അതിനു മുമ്പില്ലാതിരുന്ന തരത്തിലുള്ള വിചിത്രമായ നിയന്ത്രണങ്ങൾ, പൂരം നടത്തിപ്പ് ഏകദേശം അസാധ്യമാക്കുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതേ തുടർന്ന് പൂരം നിർത്തിവെക്കുന്ന അവസ്ഥയിലേക്ക് വന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. അത് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അന്ന് അവിടെ ഉണ്ടായിരുന്ന റവന്യൂ മന്ത്രി, അവിടുത്തെ ജില്ലാ കളക്ടർ, ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ, ഇവരൊക്കെ ഈ നിബന്ധനകളെക്കുറിച്ച് പോലീസ് മേധാവികളുമായി സംസാരിച്ചിട്ടും പോലീസ് സമ്മതിക്കാതെ ഇരുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ എന്നിട്ട് അവിടെ അന്ന് അതിന്റെ CPI നേതാവായിരുന്ന സുനിൽകുമാറും ഒക്കെ അടക്കം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അന്ന് പ്രചരിച്ച വാർത്ത BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി രാത്രി രംഗത്ത് വരുന്നു, പിന്നെ അദ്ദേഹം നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആകെ കൂടി ഒരു വളരെ ഹേസി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അപ്പൊ പൂരം നടത്തുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം അത് തൃശ്ശൂര് മാത്രമല്ല, തൃശ്ശൂരിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ, തൃശ്ശൂരിൽ നിന്ന് ലോകത്തിന്റെ പല ഭാഗത്തുമായി പോയി ജീവിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പൊ അത് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു സംവിധാനം എന്ന നിലയ്ക്ക് അത് വൃത്തിയായിട്ട് നടത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, ദേവസ്വങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിൽ വീഴ്ച വന്നു എന്നൊരു ആരോപണം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതിനെ സംബന്ധിച്ച് അന്ന് തന്നെ ഇതെന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പോലും ഒരു കൃത്യമായ ചിത്രമില്ല. കാരണം മന്ത്രിസഭയിലെ 2ാമത്തെ അംഗം എന്ന് കണക്കാക്കപ്പെടുന്ന ആളാണ് റവന്യൂ മന്ത്രി ശ്രീ K രാജൻ. അദ്ദേഹത്തിനാണ് ജില്ലാ കളക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഈ പൂരത്തിന്റെ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ചയോ ഒരു പ്രായോഗിക നടപടിയോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട് എന്നുള്ള അന്ന് തുടങ്ങിയ വലിയ ആക്ഷേപങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അന്വേഷണത്തിന് പറഞ്ഞിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ്. അപ്പം അതിൽ ADGPയെ ചുമതലപ്പെടുത്തി എന്നുള്ളത് വരെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ്. ബാക്കി റിപ്പോർട്ടിൽ എന്തുണ്ടായിരുന്നു, അതിന്റെ പുറത്ത് ADGPക്ക് എന്ത് റിപ്പോർട്ടാണ് കൊടുത്തത് എന്നുള്ളതൊക്കെ നമുക്ക് വാർത്തകൾ മാത്രമാണ്. നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ എന്നുള്ളത് ഇത് അങ്ങനെ പൂരം നടത്തിപ്പ് അസാധ്യമാകുന്ന രീതിയിലേക്ക് വന്നിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നതെന്നാണ് വാർത്ത. 5 മാസം കഴിഞ്ഞിട്ടാണ് ഇതിന്റെ റിപ്പോർട്ട് വരുന്നത്. അപ്പൊ അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് നമുക്ക് അപ്പം തന്നെ കാണാം. കാരണം അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തെരഞ്ഞെടുപ്പ് സീറ്റ് നഷ്ടപ്പെടാൻ കാരണമായി എന്നുള്ള ആരോപണം കൂടിയുണ്ട്.
അപ്പോൾ തോൽക്കുന്നതിന് മുമ്പാണ് ഇത് വരുന്നത്. അത് ഈ അന്വേഷണം പറയുന്നത് ഏപ്രിൽ 21 വേണ്ടിയിട്ടാണ്, പൂരത്തിന് തൊട്ട് മുമ്പാണ്. അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി ഒരു കാര്യത്തിന്, ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി ആ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഫലം നാട്ടുകാർ അറിയേണ്ടതുണ്ട്. അതൊന്നും നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ അന്വേഷണ റിപ്പോർട്ടുകളിൽ ADGP റിപ്പോർട്ടിൽ എന്തുണ്ടായിരുന്നു, DGP റിപ്പോർട്ടിൽ എന്തോ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള സർമൈസസ്, അതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളിലേക്ക് പോകാൻ ഞാനില്ല. പക്ഷെ അതിനു മുമ്പ് നടന്ന സംഭവങ്ങൾ അങ്ങേയറ്റം സംശയാസ്പദമാണ്. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോലീസുകാരൻ ഒറ്റക്കാലിൽ നിന്നത്? എന്തുകൊണ്ടാണ് അയാളെക്കുറിച്ച് അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞിട്ടും അന്വേഷണം നടക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അയാളെ ഉടനെ തന്നെ സ്ഥലം മാറ്റം നടത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു, അതെന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളാണ്. ഇതൊക്കെ വൃത്തിയായ രീതിയിൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി അതിൻ്റെ കൂടി ചേർത്ത് പറയാം. ഞാൻ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇപ്പൊ ഈ ആഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് മുമ്പിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയൽ വന്നിരുന്നു. ആ ഫയലിൽ വീണ്ടും കൂടുതൽ സമയം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ച കൂടി സമയം ചോദിച്ചിരുന്നു. ആ സമയപ്രകാരം ഇന്നലെയാണ് അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം, അവിടെയാണ് സത്യത്തിൽ എനിക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വിശദീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നു. കാരണം മുഖ്യമന്ത്രി അന്വേഷണം പറയുന്ന ഏപ്രിൽ 21 നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു കഥാപാത്രം എന്നുള്ളത് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ്. അയാളാണ് ഈ ഒറ്റക്കാലിൽ നിന്നിട്ട് ഇതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് പറയുന്നത്. അതിനുശേഷമാണ് ശ്രീ PV അൻവർ ഒരു 3 ആഴ്ച മുമ്പ് പറയുന്നത്, ഇതിൻ്റെ പിറകിലുള്ള കൈകൾ എന്ന് പറയുന്നത് ADGP അജിത് കുമാറിൻ്റെ ആണ് എന്ന് MLA ഉത്തരവാദിത്തോടുകൂടി പറയുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആ ആരോപണം മുഖ്യമന്ത്രിക്കും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ അൻവറിന്റെ ആരോപണം വന്ന് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഈ ഫയൽ വരുന്നത്. മുഖ്യമന്ത്രി തന്നെ പറയുന്നതനുസരിച്ച് ആ ഫയൽ വരുമ്പോൾ അദ്ദേഹം ഒരാഴ്ച കൂടി സമയം കൊടുത്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇതേ അജിത് കുമാർ ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ വേറെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും ഏൽപ്പിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. മുഖ്യമന്ത്രിയും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഏപ്രിൽ 21 ചിത്രം അൻവറിന്റെ ആരോപണത്തോടു കൂടി പൂർണ്ണമായിട്ട് മാറി. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അജിത് കുമാർ ആണെങ്കിൽ നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കാരണം കമ്മീഷണർ സൂപ്രണ്ട് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ ചെയ്തികളെ കുറിച്ച് ADGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുന്നു. അത് വളരെ റുട്ടീനായിട്ടാണ്. നമുക്ക് ആ കാര്യത്തിൽ പരിഭവിക്കേണ്ട കാര്യമില്ല, കലഹിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ADGP പിന്നെ അയാൾ സംശയത്തിന് നിഴലിലേക്ക് വരുമ്പോൾ അയാൾ തന്നെ അന്വേഷിച്ചോട്ടെ, അതിലൊരു വ്യത്യാസമില്ല എന്ന് മുഖ്യമന്ത്രി എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഈ ആരോപണത്തിന്റെ രൂപം മാറിയത് അദ്ദേഹം അറിയുന്നില്ലേ? ഇതേ ADGP തന്നെ ഈ അന്വേഷണം നടത്തുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു കൺസേണുമില്ലേ? അദ്ദേഹം തന്നെ വിളിച്ചു വരുത്തി കണ്ട MLA കൊടുത്ത നിവേദനത്തിൽ പറയുന്നത് ഇദ്ദേഹമാണ് ഈ പൂരം ഇങ്ങനെ ചെയ്യാനുള്ള, ഇങ്ങനെ അലങ്കോലപ്പെട്ടു പോകാനുള്ള പിന്നെ ഈ പോലീസിന്റെ ശ്രമത്തിന്റെ പിറകിൽ ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP ആണ് എന്ന് MLA പറഞ്ഞതിന് ശേഷവും ഈ ഉദ്യോഗസ്ഥൻ കൊടുക്കുന്ന റിപ്പോർട്ട് മതി എന്ന് മുഖ്യമന്ത്രി എങ്ങനെയാണ് തീരുമാനിക്കുക? എങ്ങനെയാണ് CPM നേതൃത്വം അത് മതിയെന്ന് പറയുക? എങ്ങനെയാണ് CPI നേതൃത്വം ഇത് മതിയെന്ന് പറയുക? എനിക്കത് വിചിത്രമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. കുറ്റാരോപിതനായ ഒരു കുറ്റം ഒരാൾ ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ കുറ്റം ചെയ്തതെന്ന് ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നത് ഏത് വെള്ളരിക്ക പണ്ടത്തിൽ നടക്കുന്ന കാര്യമാണ്. ഈ അസംബന്ധമാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. ADGP റിപ്പോർട്ടിൽ എന്തുണ്ട് എന്തില്ല, DGP റിപ്പോർട്ടിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതിനേക്കാൾ വളരെ ഗൗരവമായി ഞാൻ കാണുന്ന കാര്യം, കേരളത്തിലെ ഒരു MLA എഴുതി കൊടുത്ത ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആരോപണമാണ്, ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണ്. അതിനെക്കുറിച്ച് കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിച്ചാൽ മതി, അയാളുടെ റിപ്പോർട്ട് മതി എന്ന് എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി തീരുമാനിക്കുക, കേരളത്തിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുക? അത് മതി എന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണമുന്നണി തീരുമാനിക്കുക? ഇതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ മതി എന്നുള്ള അതിവിചിത്രമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക്
മുഖ്യമന്ത്രി എത്തുന്നത് എങ്ങനെയാണ്? അതാണ് റൈറ്റ്. ഇപ്പോൾ ഈ അൻവറിൻ്റെ ആക്ഷേപം വരുന്നത് വരെ എം.ആർ. അജിത് കുമാറിൻ്റെ അന്വേഷണത്തിൽ വലിയ പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ADGP ആണ്. ഒരു കമ്മീഷണറുടെ വീഴ്ചയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നടക്കുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ചുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ റവന്യൂ മന്ത്രി കെ രാജനുണ്ട്, മന്ത്രിസഭയിലെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനക്കാരനാണ്, ജില്ലാ കളക്ടർമാരുടെ എല്ലാം ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം ജില്ലാ കളക്ടറെ വിളിച്ചു പറഞ്ഞാൽ ജില്ലാ കളക്ടറാണ് ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ ഒരു ജില്ലയിലെ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതല മുഴുവൻ കൈകാര്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ പറഞ്ഞാൽ കമ്മീഷണർക്ക് അനുസരിച്ചേ മതിയാകൂ, വേറെ മാർഗ്ഗമൊന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. പക്ഷേ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും മന്ത്രി പറഞ്ഞിട്ടും ഒന്നും നടക്കാതെ വരുമ്പോൾ ഈ കമ്മീഷണർ മാത്രമായിട്ടൊരു തീരുമാനം എടുക്കും എന്ന് നമുക്ക് കരുതുക കഴിയല്ലോ. അപ്പോൾ തന്നെ, അതായത് ആ ഘട്ടത്തിൽ തന്നെ ഈ അന്വേഷണ ചുമതല ADGP, ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP ഏൽപ്പിച്ചാൽ മതിയായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹമാണോ അന്വേഷിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? നമ്മൾ അവിടെയും ഈ നമ്മൾ ലോജിക്കലായിട്ട് നമ്മൾ അതിനെ അങ്ങനെ, അതായത് ഈ ADGP അവിടെ ചിത്രത്തിൽ ഇല്ല എന്ന് കൂട്ട്. കാരണം ഈ ഒരു കമ്മീഷണർ, സൂപ്രണ്ട് റാങ്കിലുള്ള ഒരു പോലീസിന്റെ മുകളിൽ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരുണ്ട്, IG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ മുകളിലാണ്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് മേഖല തിരിച്ചും DGP ഉണ്ടോ എന്ന് എനിക്കറിയില്ല. IG എന്താ 2 ഉദ്യോഗസ്ഥന്മാർ എന്തായാലും അയാളുടെ മുകളിലുണ്ട്. അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥരാണ് ADGP. അപ്പം അയാളെ ഏൽപ്പിക്കുന്നത് സത്യമായിട്ട് അസാംഗത്യം ഞാൻ കാണുന്നില്ല. ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് കൂടി ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്വം അയാൾക്ക് കൂടി ഉള്ളത് കൊണ്ട് തന്നെ അയാൾ അന്വേഷിക്കുന്നത് ശരിയെന്ന് ഞാൻ കണക്കാക്കും. കാരണം അയാളുടെ വീഴ്ച, അയാൾ തലപ്പത്തിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ വീഴ്ച എന്താണെന്ന് അയാൾക്ക് കൂടി അറിയേണ്ടതുണ്ട്. അയാൾ ഒരു ഉത്തരവാദിത്തത്തോടെ അന്വേഷിക്കുമെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ അവിടെയൊക്കെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മാസമായിട്ട് ഈ അന്വേഷണത്തിൽ ഒരു പുരോഗതിയില്ല. മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വേണമെന്ന് തോന്നിയില്ല. ഇത് അദ്ദേഹം പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരാഴ്ച കൂടി വേണമെന്ന് പറഞ്ഞ് ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് മുമ്പിൽ ഒരു റിപ്പോർട്ട് വരുന്നു, ഒരു നോട്ട് വരുന്നു, ഒരാഴ്ച കൂടി വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാൻ തോന്നുന്നില്ല. എന്ത് വിളിച്ചു വരുത്തി, എന്താണ് ഇത് ഇത്രയും വലിയ പ്രശ്നം, ഇത്രയും വലിയ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായിട്ട് അതിൻ്റെ അകത്തുള്ള രാഷ്ട്രീയ പ്രശ്നം എന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. ADGP മനസ്സിലാക്കണം എന്ന് ഞാൻ പറയല്ല, മുഖ്യമന്ത്രി മനസ്സിലാക്കണം. RSSുമായിട്ട് ഒരു ടൈപ്പ് ഉള്ള ഉദ്യോഗസ്ഥനാണ് എന്ന് ആരോപണമുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി, RSS BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പൂരമായി ബന്ധപ്പെട്ട് അലമ്പുണ്ടാക്കിയത് എന്നുള്ള ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ വളരെ നിഷ്കളങ്കനായി വന്ന് എനിക്ക് ഒരാഴ്ച കൂടി വേണം എന്ന് പറയുമ്പോൾ, ഒരാഴ്ച സമയം വേണം എന്ന് പറയുമ്പോൾ ഒരാഴ്ച കൂടി, ഒരു ചോദ്യവുമില്ല, താൻ തന്നെയല്ലേ ഇത് അന്വേഷിച്ചത്, തനിക്ക് നേരെയല്ലേ ഈ അന്വേഷണം വരുന്നത് എന്ന്, ഇതേ ഉദ്യോഗസ്ഥനല്ലേ ഇത് അന്വേഷിച്ചത്, ഇയാളല്ലേ RSS നേതാക്കന്മാരെ കണ്ടിരുന്നത്, ഇയാൾക്ക് ഈ പൂരം കലക്കുന്നതിൽ എന്തെങ്കിലും താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നും മുഖ്യമന്ത്രി അന്വേഷിക്കുന്നേ ഇല്ല. അപ്പൊ ഈ 5 മാസം അന്വേഷണം നടന്നില്ല എന്നുള്ളതിൽ ഒരസ്വാഭാവികതയും മുഖ്യമന്ത്രി കാണുന്നില്ല. ഇതേ ഉദ്യോഗസ്ഥന്റെ പേരിലാണ് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അയാൾ തന്നെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നതിലും മുഖ്യമന്ത്രിക്ക് ഒരു അസ്വാഭാവികതയും ഇല്ല എന്നുള്ളതൊക്കെ ഇതൊക്കെ അതിവിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ ഇതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് രാഷ്ട്രീയ പ്രശ്നം ഉള്ളത് കൊണ്ട്, അത് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലാണ് എങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച്, കാരണം അതൊക്കെ ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഇതിനെക്കുറിച്ച്, പൊതുജനത്തിന് ഇതിനെക്കുറിച്ച് കൺസേൺഡ് ആവശ്യമില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് വളരെ സീരിയസ് ആയിട്ട് രാഷ്ട്രീയം ഇൻവോൾവ് ആണ്. ഇതിൻ്റെ അകത്ത് CPMഉം RSSും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്ന് വലിയ തോതിൽ ആരോപണം സമൂഹത്തിൽ പറഞ്ഞു നടക്കുമ്പോൾ അതെന്താണ്, ഞങ്ങളുടെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം CPM നേതൃത്വത്തിനുണ്ട്. ആ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രിക്കുണ്ട്. അവർക്കൊക്കെ ഇതിത്ര വളരെ ലൈറ്റായിട്ട് ഇതൊന്നും വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വായിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്നെനിക്ക് തോന്നുന്നു. റൈറ്റ്. ഒരു കാര്യം, ഇപ്പോൾ CPI വലിയ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ VS സുനിൽകുമാർ അവിടെ CPI ഇടതുജനാധിപത്യ മുന്നണിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച VS സുനിൽകുമാർ ശക്തമായിട്ട് ഇതിനെ വിമർശിക്കുന്നുണ്ട്. VS സുനിൽകുമാർ തന്നെയും ജനപ്രതിനിധിയായിരുന്നു, മന്ത്രിയായിരുന്നു, തൃശ്ശൂരിലത്തെ എല്ലാ അധികാര സ്ഥാനങ്ങളുമായിട്ടും ബന്ധമുള്ള ആളാണ്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. അദ്ദേഹം ജനപ്രതിനിധി അല്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ അവിടെയുണ്ട്. റവന്യൂ മന്ത്രിക്ക് പോലും, അതായത് കേരളത്തിൻ്റെ
റവന്യൂ മന്ത്രിക്ക് പോലും ഒരു പോലീസ് കമ്മീഷണറെ നിയന്ത്രിക്കാനോ പോലീസിൻ്റെ യുക്തിരഹിതമായ തീരുമാനങ്ങളെ മാറ്റാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന അന്വേഷണം വൈകുക എന്ന് പറയുന്നതിനേക്കാൾ ഗുരുതരമായൊരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും ഇതിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. പോലീസിനും അവരുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഇടപെടാൻ വേറെ ആരും സമ്മതിക്കത്തില്ല എന്ന്. എന്തൊരു അസംബന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് ഇനി ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു അസംബന്ധമാണ് നമുക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാവും. ഒരു പോലീസുകാരൻ ഒറ്റക്കാലിൽ നിന്നിട്ടല്ല ഒരു തൃശ്ശൂർ പൂരത്തിന്റെ അവസ്ഥ. ഞാൻ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് നമ്മൾ ഇത്തരം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സാമാന്യ ധാരണ നമുക്കുണ്ട്. ഒരു തൃശ്ശൂർ പൂരം എന്നുള്ളത് ഒരു ചെറിയ നഗരത്തിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഇൻവോൾവ് ആയിട്ടുള്ള സാമൂഹ്യവും മതപരവുമായ കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള എന്നാൽ മതേതരമായിട്ടുള്ള അതിനകത്ത് അതിവിചിത്രമാണ്. അത് കേരളത്തിൽ മാത്രം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. എല്ലാത്തരം ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരും അവരുടെ സ്വന്തം ഉത്സവമായിട്ട് കണക്കാക്കുന്ന ലക്ഷക്കണക്കിന്, അതേസമയം വളരെ സങ്കീർണമായിട്ടുള്ള മതാചാരങ്ങൾ, എനിക്ക് തോന്നുന്നു 100-150 വർഷമായിട്ടുള്ള വളരെ ചിട്ടപ്പെടുത്തിയ രീതിയിൽ നടക്കുന്ന ആചാരങ്ങൾ, അതിനൊക്കെ വളരെ കൃത്യമായ ക്രമങ്ങളുണ്ട്. വളരെയധികം ക്ഷേത്രങ്ങളും, ഇത് ഒരു ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്നതല്ല. 2 തൃശ്ശൂർ തന്നെയുള്ള വടക്കുന്നാഥൻ ക്ഷേത്രവും തിരുവമ്പാടി പാറമേക്കാവ് 2 ക്ഷേത്രങ്ങളും, അതുകൂടാതെ ആ നാട്ടിലെ മുഴുവൻ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, എന്ന് വെച്ചാൽ ആ നാട് തൃശ്ശൂർ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും ഈ പൂർവമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ ബന്ധപ്പെട്ടവരാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ വളരെ ചിട്ടയോടും ക്രമത്തോടും കൂടിയാണ് നടക്കുന്നത്. അടുത്ത വർഷത്തെ പൂരത്തിനുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ, ഇപ്പം നിയന്ത്രണങ്ങൾ സാധാരണഗതിയിൽ വരും. അപ്പം സമയം മുമ്പോട്ട് പോകുന്തോറും, അല്ലെങ്കിൽ ആളുകൾ മുമ്പോട്ട് എണ്ണം കൂടുന്തോറും, അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിനൊന്നും ആർക്കും തർക്കമില്ല. നിയന്ത്രണങ്ങൾ എന്താണ് എന്ന് നിശ്ചയിക്കാൻ പോലീസിന് അവകാശമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്. ആ നിയന്ത്രണങ്ങൾക്കകത്ത് നിന്ന് ഈ ഉത്സവം നടത്തിക്കൊണ്ടു പോകാൻ ഉത്സവ നടത്തിപ്പുകാർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഇതൊക്കെ നിശ്ചയിച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പോലീസുകാരൻ വന്നു കഴിഞ്ഞിട്ട് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ആ നിയന്ത്രണങ്ങൾ പൂരം നടത്തിപ്പ് അസാധ്യമാക്കുന്ന വിധത്തിൽ അവിടെ വെടിക്കെട്ട് നടത്തുന്നുണ്ട്. വെടിക്കെട്ട് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് എന്ന് പറയുന്നത് ആ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമെന്ന് മാത്രമല്ല, ആ വെടിക്കെട്ട് കാണാൻ വേണ്ടി തന്നെയാണ് അവിടെ ആയിരക്കണക്കിന് മനുഷ്യർ കൂടുന്നത്. ആ മനുഷ്യരൊന്നും നിൽക്കാൻ പാടില്ല. അവരുടെ ആ ഭാഗത്തൊന്നും മനുഷ്യർ നിൽക്കാൻ പാടില്ല. മനുഷ്യർക്ക് വേണ്ടി അല്ലാത്ത വിധത്തിൽ ആചാരം എന്ന നിലയ്ക്കോടൊപ്പം ശ്രീകോവിൽ പിന്നെ പൂജാരിമാർ നടത്തുന്ന എന്തോ ഒരു ആചാരം പോലെയാണ് വെടിക്കെട്ട് എന്നുള്ള ഇങ്ങനെ മെക്കാനിക്കലായിട്ടുള്ള അസംബന്ധങ്ങളുടെ ഘോഷയാത്രയായിരുന്നു ഈ വർഷം തൃശ്ശൂർ നടന്നിരുന്നത്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഒറ്റ പോലീസുകാരൻ മതി. അയാളുടെ മുകളിലും താഴെയും ആരുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അയാളുടെ താഴെയുള്ള പോലീസുകാരൊക്കെ അയാളോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സസ്പെൻഷനിലായ പോലീസ് ചിലർ പോലും പറഞ്ഞിട്ടുണ്ട്, സ്ഥലം മാറ്റപ്പെട്ട അല്ലെങ്കിൽ നടപടിക്ക് വിധേയരായ പോലീസുകാർ പോലും ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞെന്നുള്ളത്. ഈ ഒറ്റ പോലീസുകാരൻ മാത്രം ഈ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പം ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ആൾ അതിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്വേഷണം നടന്നില്ലെങ്കിലും ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്തതുപോലെ ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് വേറൊരു മനുഷ്യ ഉത്തരവാദിത്തത്തോട് പറയുമ്പോൾ അയാൾ തന്നെ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നുള്ളത് ഒരു കാരണവശാലും ദഹിക്കുന്ന കാര്യമല്ല. വി നീഡ് ടു ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ദിസ്. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇതിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ജേക്കബ് യഥാർത്ഥത്തിൽ കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന് പാകത്തിൽ ഡിസൈൻ ചെയ്തതായിരുന്നു ഇത് എന്ന് നമുക്ക് വിശ്വസിക്കാമോ? കാരണം ഇപ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടെ എത്തി, രാത്രി 2 മണിക്കോ 3 മണിക്കോ സുരേഷ് ഗോപി അവിടെ എത്തി എന്നുള്ളത് നേരത്തെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. അത് പിറ്റേ ദിവസം തന്നെ ആളുകൾ അറിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് മറ്റാരും, അതായത് മറ്റ് ജനപ്രതിനിധികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. റവന്യൂ മന്ത്രി കെ രാജനും BS സുനിൽകുമാറും ഒക്കെ അതിന് ശേഷമാണ് എത്തിയത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ റവന്യൂ മന്ത്രി കെ രാജനും BS സുനിൽകുമാറും ഒക്കെ ഈ പൂരം നിർത്തിവെച്ചു, അല്ലെങ്കിൽ വെടിക്കെട്ട് മാറ്റിവെച്ചു, വെടിക്കെട്ട് നടത്തണ്ടെന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഓൾ ടുഗദർ ഇത് വളരെ വെൽ ഡിസൈൻഡായിട്ട് ഒരു എലക്ഷൻ ജയിക്കാൻ പാകത്തിൽ, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എത്രത്തോളം വൈകാരികമാണ് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് എന്നുള്ളത് നമുക്കറിയാം. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, മറ്റ്
പൂരപ്രേമികളെ സംബന്ധിച്ചും വളരെ വൈകാരികമായിട്ട് വരും. അപ്പോൾ ഇത് വെൽ ഡിസൈൻഡ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് ഇത് ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കാൻ പോലീസ് മുൻകൈയെടുക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ജേക്കബിന്? ഇപ്പം അങ്ങനെ വിശ്വസിക്കാൻ തെളിവുകൾ നമ്മുടെ മുമ്പിലില്ല. അതാണ് അതിൻ്റെ വസ്തുതയായിട്ട് എനിക്ക് മനസ്സിലായത്. പൂരം അലമ്പായി എന്നുള്ള ഒരു വസ്തുത. പൂരം അലമ്പായത് വെച്ചിട്ട് BJP രാഷ്ട്രീയ പ്രചരണം നടത്തി എന്നുള്ളതും വസ്തുത. ഈ രാഷ്ട്രീയ പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് പൂരം അലമ്പാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് ആ ലിങ്ക് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇല്ല, എൻ്റെ മുമ്പിലില്ല. പക്ഷെ ഒരിക്കലും സംഭവിക്കാത്തതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് വർഷം സാധാരണഗതിയിൽ ഭരണകക്ഷി അതുമായി തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 ദിവസത്തിന് ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ വളരെ സൂക്ഷിച്ച് മാത്രമാണ്, അത് ഒത്തിരി മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് സാധാരണഗതിയിൽ ഭരണകക്ഷി അതുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ച കാര്യങ്ങൾ ചെയ്യും. ഒരു തരത്തിലുള്ള ഒരു അലമ്പ് അതുമായിട്ട് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം നടന്നിട്ടുള്ളത്. ആ ശ്രമത്തിന്റെ അപ്പുറത്തേക്ക് പോലീസുകാരൻ അത് അലമ്പാക്കി എന്നുള്ളത് ഒരു വസ്തുത. പൂരം അലമ്പാക്കി എന്നത് കാണിച്ച് BJP അവിടെ വോട്ട് പിടിച്ചു എന്നുള്ളത് ഈ രണ്ട് വസ്തുതകൾ, അത് രണ്ടും വസ്തുതകളാണ്. ഈ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണോ അലമ്പാക്കിയത് എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തെളിവുകളില്ല. ദാറ്റ് ഈസ് സെക്കൻഡറി. അതെന്നെ സംബന്ധിച്ച് സത്യത്തിലൊരു വിഷയമല്ല. ഇനിയിപ്പോൾ അത് ഉപയോഗിച്ച് ഒരു സംഭവം ഉണ്ടായി, അത് ഉപയോഗിച്ച് BJP തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ള ജനങ്ങൾ വോട്ട് ചെയ്തതല്ല. ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി 1500 കാരണങ്ങൾ കാണും. അവരുടെ വോട്ട്, അവരുടെ തീരുമാനമാണ്. പക്ഷെ ഇതെങ്ങനെ അലമ്പായി എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. വോട്ട് പിടിച്ചു എന്നുള്ളതൊക്കെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ്. ഇനിയിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ഉണ്ട് എന്ന് തെളിഞ്ഞാലും ലിങ്ക് ഇല്ല എന്ന് തെളിഞ്ഞാലും എന്നെ സംബന്ധിച്ചതൊരു വിഷയമല്ല. അത് ഞാൻ ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമലയിൽ പ്രായഭേദമില്ലാതെ സ്ത്രീകൾക്ക് പ്രവേശനം നൽകാം എന്ന് പറയുന്ന സുപ്രീം കോടതി വിധി വന്നതിൻ്റെ തുടർന്ന് കേരളത്തിൽ അതെങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിട്ട് സുവർണാവസരം എന്ന് PS ശ്രീധരൻപിള്ള പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഉപയോഗിക്കപ്പെട്ടത് നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരം ഏതു വിധത്തിലാണ് അവരുടെ ഐഡിയോളജി വളർത്താൻ ശ്രമിക്കുന്നത്, അവരുടെ വേരുകൾ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറെ കൂടെ ഭംഗിയായിട്ടുള്ളൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടായിട്ട് തൃശ്ശൂർ മാറി എന്ന് വിചാരിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. ഇന്ന് പറയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി തെളിവുകൾ വേണം. ഇതിന് കുറച്ചുകൂടി വ്യക്തതയുള്ള അന്വേഷണം വേണം. ഈ അന്വേഷണത്തിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ലിങ്ക് ഉണ്ടായിരുന്നോ? RSS BJP അവരുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. ഞാൻ ഈ RSSന്റെ തുടക്കത്തെക്കുറിച്ച് പൂനെയിൽ, നാഗ്പൂരിൽ RSS അതിനെക്കുറിച്ചൊരു പുസ്തകത്തിൽ തുടക്കത്തിൽ ഞാൻ ഡോക്ടർ ഹെഗ്ഡേവാറിന്റെ ഒരു പുസ്തകത്തിൽ അത് ഡോക്ടർ ഹെഗ്ഡേവാറിന്റെ ആത്മകഥയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്തെഴുതി വായിച്ചു. അപ്പൊ അവിടെ ഒരു അടികലശൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിനു ശേഷം അതിനിടയിൽ ഡോക്ടർ ജി വാസ് പേഴ്സണലി ഔട്ട് ഓഫ് ദ ടൗൺ എന്നൊരു ലൈൻ അതിൻ്റെ അകത്തുണ്ട്. അതായത് നാഗ്പൂരിൽ അന്ന് ബഹളം ഉണ്ടാവുന്ന പുള്ളിക്ക് അറിയാം, ലഹള ഉണ്ടാകും, പക്ഷെ ഡോക്ടർ ജി വാസ് ഔട്ട് ഓഫ് ദ ടൗൺ. അതുകൊണ്ട് RSS BJP നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സർക്കാർ എന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ആരാണ് ഈ പൂരം കലക്കിയത്, എന്തായിരുന്നു അവരുടെ മോട്ടീവ്, ആ സമയത്ത് ടെലിഫോൺ കോളുകൾ, അവരുടെ മെസ്സേജുകൾ അടക്കം സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം. എന്തുകൊണ്ട് 5 മാസം അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതിനെ കുറിച്ചൊരു അന്വേഷണം നടത്തണം. എന്ന് മാത്രമല്ല, ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ തന്നെ ഈ അന്വേഷണം നടത്തിയത് എന്തുകൊണ്ട്, അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഭരണമുന്നണിക്ക് ഒരു പ്രശ്നമില്ലാത്തത്? ഈ കാര്യങ്ങളിലൊക്കെ മനുഷ്യരോട് ഈ നാട്ടിലെ, കാരണം ഇതിൻ്റെ അകത്ത് സെക്യുലറായ ഒരു സൊസൈറ്റി എന്നുള്ളത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ല. നമ്മുടെ നാട്ടിലെ മനുഷ്യർ വർഗീയമായി വേർതിരിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ലാഭത്തിന് വേണ്ടിയിട്ടല്ല. നമുക്കൊക്കെ ഈ നാട്ടിൽ ജീവിച്ചു പോകണം. പലതരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടാണിത്. ഇതിപ്പോൾ സിറിയനിലും ലെബനനിലും നമ്മൾ കാണുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് പോലെ പലതരത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു നാട്ടിൽ
സെക്കുലർ പൊളിറ്റിക്ക് മാത്രമേ നിലനിൽക്കൂ. അതിനുള്ള ഏതൊരു ആക്രമണവും സാധാരണ ജീവിതം നയിച്ചു പോകുന്ന അധ്വാനിക്കുന്ന മനുഷ്യർക്ക് നേരെയുള്ള വെല്ലുവിളിയായിട്ട് നമ്മൾ കാണണം. ഇത് മതേതരത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് പേർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല. ഈ നാട്ടിലെ മനുഷ്യർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിനെതിരെയുള്ള അപ്പോൾ മനുഷ്യരെ വർഗീയമായി വിഭജിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം സർക്കാർ നടത്തണം. ആരോപണ വിധേയനായ ആൾ തന്നെ അന്വേഷിച്ച് ആ റിപ്പോർട്ടും പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു സർക്കാരിന്, അത് ഏത് സർക്കാരായാലും ശരി, ഇനിയിപ്പോൾ BJPയുടെ സർക്കാരായാലും ശരി, അവരെ വെച്ചിരിക്കുന്നത്. അതിൽ ന്യായമായിട്ടുള്ള അന്വേഷണം നടക്കണം, ബോധ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതില്ലാത്തിടത്തോളം കാലം ഇടതുമുന്നണി സംശയത്തിന്റെ നിഴലിലായിരിക്കും, മുഖ്യമന്ത്രി സംശയത്തിന്റെ നിഴലിലായിരിക്കും. റൈറ്റ്. അതാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളിൽ വസ്തുത എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഇടതുമുന്നണിയുടെ, ആ ഇടതുമുന്നണിക്ക് ഏറ്റവും നേതൃത്വം നൽകുന്ന CPIMൻ്റെ ഉത്തരവാദിത്തമായി മാറുന്നത് അതേതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയല്ല. കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിന് ഈ വിവരം കൃത്യതയോടുകൂടെ അറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് തന്നെ നമ്മൾ കരുതണം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.